Hi everyone, good morning. Welcome back to our next SS class. Last day we studied about the flowering of regional cultures. We started the ninth chapter from your history. So from that chapter that we need to study the balance of that topic from your 76th page. Painting we need to study from that. So all of you listen to the what about the painting when the medieval period. In the medieval period, many rulers and wealthy people promoted the painting of miniature. Miniature paintings എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ് പെയിൻറ്റിങ്സ്, അതായത് ചെറിയ സൈസിൽ മനുഷ്യന്മാരുടെ മൃഗങ്ങളുടെ ആനിമൽ അതുപോലെ ഫ്ലവേഴ്സിൻ്റെ എല്ലാം പിക്ചേഴ്സ് ഡ്രോ ചെയ്യുക. ദാറ്റ് ഈസ് സ്മോൾ സൈസ് പെയിൻറ്റിങ്സ്. അതിനെയാണ് മിനിയേച്ചർ പെയിൻറ്റിങ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മെഡീവൽ ടൈമിൽ മെനി റൂളേഴ്സും വെൽത്തി പീപ്പിളും ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അവർ വരപ്പിച്ചിരുന്നത് ഏതിനെയായിരുന്നു? മിനിയേച്ചർ പെയിൻറ്റിങ്സ് ആയിരുന്നു. ദീസ് പെയിൻറ്റിങ്സ് വർ മെയ്ഡ് ഓൺ വേരിയസ് മെറ്റീരിയൽസ് സച്ചസ്, പല മെറ്റീരിയൽസിലുമാണ് ഈ മിനിയേച്ചർ പെയിൻറ്റിങ്സ് ചെയ്തിരുന്നത്. പേപ്പർ, ക്ലോത്ത്, വുഡ്, ഐവറി ആൻഡ് ലെതർ. ഐവറി മീൻസ് കൊമ്പുകളിൽ, മൃഗങ്ങളുടെ കൊമ്പുകളിൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഐറ്റംസിലൊക്കെയാണ് ഈ മിനിയേച്ചർ പെയിൻറ്റിങ്സ് ചെയ്തിരുന്നത്. ദ പെയിൻറ്റ്സ് യൂസ്ഡ് വർ നാച്ചുറൽ ഡൈസ്. പെയിൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് കെമിക്കലല്ല, നാച്ചുറലി പ്ലാന്റ്സിൽ നിന്നും ഒക്കർ ആവുന്ന ഡൈസാണ് യൂസ് ചെയ്തിരുന്നത്. മെയ്ഡ് ഫ്രം ഏതെല്ലാം എവിടെ നിന്നൊക്കെയാണ് നാച്ചുറൽ ഡൈസ് കിട്ടിയിരുന്നത്? ഫ്രം വെജിറ്റബിൾസ് ആൻഡ് മിനറൽസ് ഇൻക്ലൂഡിങ് ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡിൻ്റെയും സിൽവർ പെയിൻറ്റ് വരെ ഇത് ഉരുക്കിയിട്ടൊക്കെ അതിൻ്റെ പെയിൻറ്റ്സ് വരെ ഈ മിനിയേച്ചർ പെയിൻറ്റിങ്സ് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇൻ ദ ഏർലി മിഡീവൽ പീരീഡ് മിനിയേച്ചർ ഡെപ്പിക്റ്റഡ് റിലീജിയസ് തീംസ്. മിനിയേച്ചർ പെയിൻറ്റിങ്സിൽ ഏർലി മിഡീവൽ പീരീഡ് ഡ്രോ ചെയ്തിരുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? റിലീജിയസ് തീംസ്, മതങ്ങളുടെ ഐഡിയാസ് ആയിരുന്നു. അല്ലെങ്കിൽ മതങ്ങളിൽ ഓരോ മതങ്ങളിലും വിശ്വാസത്തിൻ്റെ തീംസ് ആയിരുന്നു ഡ്രോ ചെയ്തിരുന്നത്. ദ പലാസ് ഓഫ് ബംഗാൾ പാട്രണൈസ്ഡ് ദ യൂസ് ഓഫ് മിനിയേച്ചർ ടു ഇല്ലസ്ട്രേറ്റ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്. ബംഗാളിലുള്ള പലാസ് ഇഷ്ടപ്പെട്ടിരുന്നത് മിനിയേച്ചർ പെയിൻറ്റിങ്സ് ആയിരുന്നു. ടു ഇല്ലസ്ട്രേറ്റ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്, അവർ ഇഷ്ടപ്പെട്ടിരുന്നത് ബുദ്ധമതത്തിൻ്റെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പെയിൻറ്റിങ്സ് ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വൈൽ ഇൻ വെസ്റ്റേൺ ഇന്ത്യയിൽ മിനിയേച്ചർ വർ യൂസ്ഡ് ടു ഡെക്കറേറ്റ് ജെയിൻ മാനുസ്ക്രിപ്റ്റ്സ്. ജൈന മതം എന്ന് പറയുന്നൊരു മതം ഉണ്ടായിരുന്നു. അവരുടെ മാനുസ്ക്രിപ്റ്റ്സിലുള്ള എഴുത്തുകളിലുള്ള വിവരണങ്ങളായിരുന്നു അല്ലെങ്കിൽ അതിലുള്ള പിക്ചേഴ്സ് ആയിരുന്നു മിനിയേച്ചർ പെയിൻറ്റിങ്സ് ആയിട്ട് അവർ ഇഷ്ടപ്പെട്ടിരുന്നത്. ഓക്കെ. ദ മുസ്ലിം റൂളേഴ്സ് ഓഫ് മെഡീവൽ ഇന്ത്യ പാട്രണൈസ്ഡ് പേർഷ്യൻ സ്റ്റൈൽ മിനിയേച്ചർ. മെഡീവൽ ടൈമിലുണ്ടായിരുന്ന മുസ്ലിം റൂളേഴ്സ് ഇഷ്ടപ്പെട്ടിരുന്ന പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സ്റ്റൈലുള്ള മിനിയേച്ചർ പെയിൻറ്റിങ്സ് ആയിരുന്നു. ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് പീരീഡ് മിനിയേച്ചർ വർ യൂസ്ഡ് ഇൻ ബുക്ക്. സുൽത്താൻമാരുടെ ഭരണകാലത്ത് മിനിയേച്ചർ പെയിൻറ്റിങ്സ് ബുക്കിൽ വരെ ചെയ്തിരുന്നു. ഇല്ലുമിനേഷൻ, ഡെക്കറേഷൻ ഓഫ് പേജസ് ഓഫ് ബുക്സ്. ആ ബുക്സിൻ്റെ എല്ലാം സൈഡുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ, ഇല്ലുമിനേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ വിവരിക്കാൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ബുക്സിൻ്റെ ഉള്ളിൽ വരെ മിനിയേച്ചർ പെയിൻറ്റിങ്സ് യൂസ് ചെയ്തിരുന്നു. ഓക്കെ. ദെൻ അക്ബർ എസ്റ്റാബ്ലിഷ്ഡ് തസ്ബീർ ഖാന, എ പെയിൻറ്റിംഗ് സ്റ്റുഡിയോ where painters from different regions worked together. അക്ബർ റൂളർ അക്ബർ എന്ത് ചെയ്തിരുന്നു? ആള് തസ്ബീർ ഖാന എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണത്? ഡിഫറെൻറ്റ് റീജിയൻസ്, ഇന്ത്യയിൽ നിന്ന് പല ഏരിയാസിൽ നിന്നുള്ള പെയിൻറ്റേഴ്സ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഒന്നിച്ച് വർക്ക് ചെയ്തു. ദീസ് പെയിൻറ്റേഴ്സ് ബ്ലെൻഡഡ് ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ ടെക്നിക്സ്. ഇന്ത്യൻ ടെക്നിക്സും അതുപോലെ പേർഷ്യൻ ടെക്നിക്സും ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് രണ്ട് ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് അവർ പെയിൻറ്റിങ്സ് നടത്തിയിരുന്നത്. ദേ പെയിൻറ്റഡ് സെക്കുലർ തീംസ് സച്ച് ആസ് ഹണ്ടിങ് സീൻസ്. അവർ പെയിൻറ്റ് ചെയ്തിരുന്നത് സെക്കുലർ ആയിട്ടുള്ള സീൻസാണ്, അതായത് മതത്തെക്കുറിച്ചൊന്നും അല്ല അവർ ഡ്രോ ചെയ്തിരുന്നത്. പിന്നെയോ ഹണ്ടിങ് സീൻസ്, അതായത് മൃഗങ്ങളെ വേട്ടയാടുന്ന സീനുകൾ, ബാറ്റിൽ സീൻസ് യുദ്ധം നടത്തുന്ന സീനുകൾ, കോർട്ട് സീൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ആൻഡ് പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പിക്ചർ വരയ്ക്കുക ഒരാളുടെ പിക്ചർ വരയ്ക്കുന്നതിനാണ് പോർട്രേറ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാച്ചുറൽ ബ്യൂട്ടി ഡ്രോ ചെയ്യുക. ഇത്രയുള്ള കാര്യങ്ങളായിരുന്നു അക്ബറിൻ്റെ തസ്ബീർ ഖാന എന്ന് പറയുന്ന സ്റ്റുഡിയോയിലുള്ള പെയിൻറ്റേഴ്സ് ഡ്രോ ചെയ്തിരുന്നത്. ദെൻ ബ്രൈറ്റ് കളേഴ്സ് സച്ച് ആസ് പീകോക്ക് ബ്ലൂ ആൻഡ് റെഡ് വർ പോപ്പുലർ. അന്ന് ഏതെല്ലാം ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടുള്ള പീകോക്കിൻ്റെ ബ്ലൂ കളർ ആൻഡ്
റെഡ് കളറെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ദെൻ ബസാവൻ ആൻഡ് ദാസ്വന്ത് were two great painters of Akbar's time. അക്ബറിൻ്റെ കൊട്ടാരത്തിൽ മെയിനായിട്ടുള്ള അല്ലെ നന്നായിട്ട് ഡ്രോ ചെയ്യാൻ കഴിവുള്ള പെയിൻറ്റേഴ്സ് ആയിരുന്നു ബസാവൻ ആൻഡ് ദാസ്വന്റും. ജഹാംഗീർ എൻകറേജ് ദ പെയിൻറ്റിങ് ഓഫ് സീൻസ് ഫ്രം നേച്ചർ. എന്നാൽ ജഹാംഗീർ മുഗൾ എംപയറായിട്ട് വന്നിരുന്ന സമയത്ത് നേച്ചറിലുള്ള സീൻസാണ് അയാൾ ഡ്രോ ചെയ്യാൻ പെയിൻറ്റേഴ്സിനെ കൊണ്ട് ഡ്രോ ചെയ്യിപ്പിച്ചിരുന്നത്. ഓക്കെ, ദെൻ ഔറംഗസേബ് ഡിസപ്രൂവ്ഡ് ഓഫ് പെയിൻറ്റിങ്സ്. ഹെൻസ് many artists of the Mughal court migrated to different regions where the local governors appointed them. എന്നാൽ ഔറംഗസേബിൻ്റെ റൂളിൻ്റെ ടൈമിലായപ്പോഴോ പെയിൻറ്റിങ്സ് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അയാൾ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഹെൻസ് മെനി ആർട്ടിസ്റ്റ് ഓഫ് മുഗൾ കോർട്ട് മൈഗ്രേറ്റഡ് ടു ഡിഫറെൻറ്റ് റീജിയൻസ്. അതുകൊണ്ട് തന്നെ മുഗളന്മാരുടെ കോർട്ടിൽ നിന്ന് അതിൻ്റെ മുമ്പ് അക്ബർ ആണെങ്കിലും ജഹാംഗീർ ആണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ ഡ്രോ ചെയ്യിപ്പിച്ചിരുന്നു. എന്നാൽ ഔറംഗസേബ് വന്നപ്പോൾ പെയിൻറ്റേഴ്സിന് ജോലി ഇല്ലാതായി. അപ്പോൾ അവരെന്ത് ചെയ്തു, മറ്റുള്ള റീജിയൻസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അവിടെ ലോക്കൽ ഗവർണേഴ്സ് അപ്പോയിൻ്റ് എടുത്താൽ അവിടെ ഉണ്ടായിരുന്ന ലോക്കലി ഉള്ള റൂളേഴ്സ് അല്ലെങ്കിൽ ഗവർണേഴ്സ് അവർക്ക് ജോലി കൊടുത്തു. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് മിനിയേച്ചർ പെയിൻറ്റിങ്സ് ഡെവലപ്ഡ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള മിനിയേച്ചർ പെയിൻറ്റിങ്സ് ഡിഫറെൻറ്റ് റീജിയൻസിൽ എന്ത് ചെയ്തു, ഡെവലപ്ഡ് ആയി. ഇൻ രാജസ്ഥാൻ ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് സ്റ്റൈൽ എമർജ്ഡ് അറ്റ് ബോണ്ടി, മേവാഡ്, കോട്ട, കിഷാങ്കാൾ, മർവാർ, ജയ്പൂർ ആൻഡ് ബിക്കാനർ. ഇത്രയും ഓരോ സ്റ്റൈലിന് ഓരോ നെയിംസ്. ഇപ്പോൾ രാജസ്ഥാനിലെ മിനിയേച്ചർ പെയിൻറ്റിങ്സ് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഡെവലപ്ഡ് ആയി. അപ്പോൾ ഓരോന്നിൻ്റെയും പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പുണ്ടി, ബേഹാർ, കോട്ട, കിഷാങ്കാവ്, മാർവാർ, ജയ്പൂർ ആൻഡ് ബിക്കാനർ. ദ പഹാരി സ്റ്റൈൽ ഓഫ് പെയിൻറ്റിംഗ് ഡെവലപ്ഡ് ഇൻ ദ ഹിൽസ് എക്സ്റ്റെൻഡിങ് ഫ്രം ജമ്മു ആൻഡ് ഗാവാൾ. അതുപോലെ ഒരു സ്റ്റൈൽ ഓഫ് പെയിൻറ്റിംഗ് ആണ് പഹാരി സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്. ഇത് ഡെവലപ്ഡായി ഹിൽസ് അല്ലെ കുന്നുകളിൽ ജമ്മു കാശ്മീർ തൊട്ട് ഗാർഹ്വാൾ എന്ന് പറയുന്ന ഹില്ല് വരെയാണ് ഈ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്സ് ചെയ്തിരുന്നത്. ദ ടു മോസ്റ്റ് വെൽ നോൺ സ്കൂൾസ് ഓഫ് പഹാരി സ്റ്റൈൽ ആണ് അല്ലെ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ് ചെയ്യുന്ന ഏരിയാസ്. ദ ടു മോസ്റ്റ് വെൽ നോൺ അറിയപ്പെടുന്ന സ്കൂൾസ് ആയിരുന്നു, പെയിൻറ്റിങ് ഗ്രൂപ്പ്സ് ആയിരുന്നു പഹാരി സ്റ്റൈലിലുള്ളത്. ഏതൊക്കെയാണ്? പസോലി ആൻഡ് കാംഗ്ര സ്കൂൾസ്. അതായത് ഈ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്സ് ഡ്രോ ചെയ്തിരുന്ന സ്കൂൾസ് ആയിരുന്നു. ഫേമസ് ആയിരുന്നു ഏത് സ്റ്റൈല്? പഹാരി സ്റ്റൈല്. ഏതായിരുന്നു മെയിനായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സ്കൂൾസ്? പസോലി ആൻഡ് കാംഗ്ര സ്കൂൾസ്. ഓക്കെ, ദ സുൽത്താൻ ഓഫ് ദ ഡെക്കാൻ പാട്രണൈസ്ഡ് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് മിനിയേച്ചർ പെയിൻറ്റിങ്സ്. അതുപോലെ ഡെക്കാൻ ഏരിയാസിലുള്ള സുൽത്താൻസും എന്ത് ചെയ്തു? ഡെക്കാൻ സ്റ്റൈൽ ഓഫ് മിനിയേച്ചർ പെയിൻറ്റിങ്സ് ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ദിസ് ഇസ് അബൌട്ട് ദ പെയിൻറ്റിങ്സ്. നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി ഡെവലപ്മെൻറ്റ് ഓഫ് മെഡീവൽ പീരിയഡ്. മെഡീവൽ ബംഗാൾ മെഡീവൽ ടൈമിൽ ബംഗാൾ എങ്ങനെയാണ് ഡെവലപ്ഡ് ആയത് എന്നുള്ളതാണ് വി നീഡ് ടു സ്റ്റഡി. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഡെവലപ്മെൻറ്റ്സ്. ഇൻ വേദിക് ലിറ്ററേച്ചർ ദ ട്രൈബൽ പീപ്പിൾ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ദോസ് ഓഫ് ബംഗാൾ were called the പ്രച്യാസ് അല്ലേ, അതായത് ഈസ്റ്റേണേഴ്സ്. The Pratyas came under the influence of Sanskrit culture only after their homeland was conquered by the Mauryans. അല്ലേ, ഡെവലപ്മെൻറ്റ്സ് ഇൻ മിഡീവൽ ബംഗാളിൽ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഡെവലപ്മെൻറ്റ്സ് ആണ് വി നീഡ് ടു സ്റ്റഡി ഫ്രം ദിസ് ചാപ്റ്റർ. ഇൻ വേദിക് ലിറ്ററേച്ചർ അല്ലേ, വേദിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ വേദിക് ടൈമിലുള്ള എഴുത്തുകളിൽ ദ ട്രൈബൽ പീപ്പിൾ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഈസ്റ്റേൺ സൈഡിലെ കാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ, ട്രൈബൽ പീപ്പിൾ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ ഇൻക്ലൂഡിങ് ദോസ് ബംഗാൾ അല്ലേ, ബംഗാളിലുള്ള ട്രൈബൽ പീപ്പിൾ ഉണ്ടായിരുന്നു. വേർക്കോൾഡ് ഈ ബംഗാളിലുണ്ടായിരുന്ന ഈസ്റ്റേൺ ഇന്ത്യയിലെ ട്രൈബൽ പീപ്പിളിനെയാണ്, വേദിക് ലിറ്ററേച്ചറിലുള്ള ട്രൈബൽ പീപ്പിളിനെയാണ് വേർക്കോൾഡ് പ്രച്യാസ് മീൻസ് ഈസ്റ്റേണേഴ്സ് എന്നാണ്, അതായത് ഈസ്റ്റേൺ സൈഡിലുള്ള ആളുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രച്യാസ് കെയിം അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സാൻസ്ക്രിറ്റ് കൾച്ചർ only after their homeland was conquered by the Mauryans. The Pratyas came under the influence of Sanskrit culture. ഈ പ്രച്യാസ് സംസ്കൃത കൾച്ചറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. only after their homeland was conquered by the Mauryas. അതായത് മൗര്യൻസ് എന്ന് പറയുന്ന റൂളേഴ്സ് അവരുടെ ലാൻഡ് കീഴടക്കിയതിന് ശേഷം അവരെന്ത് യൂസ് ചെയ്തു? സാൻസ്ക്രിറ്റ് കൾച്ചർ യൂസ് ചെയ്തു. അതെ, സാൻസ്ക്രിറ്റ് കൾച്ചർ വർക്ക് അവരെന്ത് ചെയ്തു? ഫോളോ ചെയ്തു. ഡ്യൂറിങ് ദ മൗര്യൻസ് റൂൾ ബുദ്ധിസം ഓൾസോ ടുക്ക് ഡീപ്പ് റൂട്ട്സ് ഇൻ ബംഗാൾ അല്ലേ, മൗര്യന്മാരുടെ റൂളിൻ്റെ സമയത്ത്
എന്താണ് സംസ്കൃത സാൻസ്ക്രിറ്റ് കൾച്ചർ മാത്രമല്ല ബംഗാളിൽ ഡെവലപ്ഡ് ആയത്, പിന്നെയോ ബുദ്ധിസം എന്ന് പറയുന്ന റിലീജിയൻ കൂടി എന്ത് ചെയ്തു ബംഗാളിൽ സ്പ്രെഡായി. ഡീപ്പ് റൂട്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബുദ്ധിസം സ്റ്റാർട്ട് ചെയ്തു. ബുദ്ധിസം എന്ന് പറയുന്ന റിലീജിയൻ കൂടി സ്റ്റാർട്ട് ചെയ്തു ഇൻ ബംഗാൾ. ബംഗാൾ റിമൈൻഡ് അണ്ടർ മഗധൻ റൂളേഴ്സ് ടിൽ ദ ഗുപ്ത പീരീഡ്. എന്താണ് ഗുപ്ത പീരീഡ് വരെ, ഗുപ്ത പീരീഡിലെ മഗധൻ എന്ന് പറയുന്ന റൂളർ വരെ അല്ലേ ബംഗാൾ എന്ത് ചെയ്തു നിലനിന്നു. ബംഗാൾ റിമൈൻഡ് അണ്ടർ മഗധൻ റൂളേഴ്സ് ടിൽ ദ ഗുപ്ത പീരീഡ്. ഗുപ്ത പീരീഡ് വരെ മഗധൻ റൂളേഴ്സ് ആയിരുന്നു ബംഗാൾ റൂൾ ചെയ്തിരുന്നത്. ദെൻ ശശാങ്ക ബിക്കെയിം ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റൂളർ ഓഫ് ദ 7th century ബംഗാൾ. 7th century ബംഗാളിൽ ശശാങ്കൻ എന്ന് പറയുന്ന റൂളറായിരുന്നു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റൂളറായിട്ട് വന്നിട്ടുള്ളത്. ദെൻ ബംഗാൾ റോസ് ടു പൊളിറ്റിക്കൽ പ്രോമിനൻസ് അണ്ടർ ദ പലാസ് ഹു റൂൾഡ് ഫ്രം ദ 8th to 12th century. അല്ലെ ബംഗാൾ റോസ് ടു പൊളിറ്റിക്കൽ ഡോമിനൻസ്, അതായത് പൊളിറ്റിക്കലി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൂടി വന്നത് പലാസ് എന്ന് പറയുന്ന റൂളേഴ്സ് റൂൾ ചെയ്തിരുന്നപ്പോഴായിരുന്നു. 12th century പലാസ് റൂൾ ചെയ്തിരുന്നത്. ദ പലാസ് പാട്രണൈസ്ഡ് ബുദ്ധിസം. പലാസ് ഇഷ്ടപ്പെടുന്ന റിലീജിയൻ ബുദ്ധിസം ആയിരുന്നു. ദ സെനാസ് ഹു റൂൾഡ് ബംഗാൾ ഫ്രം ദ 12th to the 13th century. മറ്റൊരു റൂളേഴ്സ് ആയിരുന്നു സെനാസ് റൂളേഴ്സ്. അവരെന്ത് ചെയ്തു 12th മുതൽ 13th century വരെ റൂൾ ചെയ്തിരുന്നത് സെനാസ് റൂളേഴ്സ് ആയിരുന്നു. പ്രൊമോട്ടഡ് ഹിന്ദുയിസം ആൻഡ് ദ ബംഗാളി ലാംഗ്വേജ്. അവർ പ്രൊമോട്ട് ചെയ്തത് ഹിന്ദു റിലീജിയനും ബംഗാളി ലാംഗ്വേജുമാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത് സെനാസ് എന്ന് പറഞ്ഞ റൂളിംഗ് ഡൈനാസ്റ്റി. ഓക്കെ, ബംഗാൾ കെയിം അണ്ടർ മുസ്ലിം റൂൾ ആഫ്റ്റർ ദ ഇൻവേഷൻ ഓഫ് കുത്തുബുദ്ദീൻ ഐബക്സ് അഫ്ഗാൻ ജനറൽ ബുക്തിയാർ ഖാൽജി ഇൻ ദ 13th century. അല്ലേ ബംഗാൾ കെയിം അണ്ടർ ദ മുസ്ലിം റൂള്. പിന്നീട് ബംഗാൾ മുസ്ലിംസിൻ്റെ റൂളിൻ്റെ അണ്ടറിലാണ് വന്നത്, അല്ലെങ്കിൽ മുസ്ലിംസ് ആണ് പിന്നീട് റൂൾ ചെയ്യാൻ തുടങ്ങിയത്. ആഫ്റ്റർ ദ ഇൻവേഷൻ ഓഫ് കുത്തുബുദ്ദീൻ ഐബക്സ് അഫ്ഗാൻ ജനറൽ ബക്തിയാർ ഖൽജി ഇൻ ദ 13th century. അതായത് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന റൂളറിൻ്റെ അഫ്ഗാനിലുണ്ടായിരുന്ന ജനറൽ അയാളുടെ ഓഫീസറായ ബക്തിയാർ ഖൽജി എന്ന് പറയുന്ന ഓഫീസർ 13th century ബംഗാൾ എന്ത് ചെയ്തു റൂൾ ചെയ്യാൻ തുടങ്ങി. അന്ന് മുതലാണ് എന്ത് മുസ്ലിം റൂൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് കുത്തുബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിൽ വന്നു, ബംഗാളെ കീഴടക്കി, ആൾ വീണ്ടും തിരിച്ചുപോയി. ഇന്ത്യയിലുള്ള കുറേ സമ്പത്തെല്ലാം കൊള്ളയടിച്ചിട്ട് ആൾ തിരിച്ചുപോയി. എന്നാൽ അയാളുടെ ഇന്ത്യയിലുള്ള ഏരിയാസ് അയാളുടെ ജനറലായിട്ടുള്ള ബക്തിയാർ ഖൽജിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ആൾ 13th century തിരിച്ചുപോയത്. അന്ന് മുതലാണ് മുസ്ലിം റൂള് ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്തത്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാം ആൻഡ് സൂഫിസം ഗ്രാജുവലി ഇൻക്രീസ്ഡ്. അത് ആ സമയത്ത് മുസ്ലിംസ് റിലീജിയൻ്റെയും അതുപോലെ സൂഫിസം എന്ന് പറയുന്ന ഐഡിയയുടെയും ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രതിഫലനവും കണ്ടു ബംഗാളിൽ. ദ മുഗൾസ് ബ്രോട്ട് ലാർജ് പാർട്ട് ഓഫ് സൗത്ത് ഈസ്റ്റേൺ ബംഗാൾ അണ്ടർ ദെയർ റൂൾ. ബംഗാളിൻ്റെ സൗത്ത് ഈസ്റ്റേൺ വലിയ പാർട്ടെല്ലാം മുഗൾസ് അവരുടെ അണ്ടറിൽ കൊണ്ടുവന്നു. ദെൻ ആൻഡ് ധാക്ക ബിക്കെയിം ദ റീജിയൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടർ. ധാക്ക എന്ത് ചെയ്തു ബംഗാളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടറായിട്ട് സെലക്ട് ചെയ്തു. ആസ് ലോക്കൽ ചീഫ്സ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് ലാൻഡഡ് പീപ്പിൾ കെയിം അണ്ടർ മുഗൾ കൺട്രോൾസ്. അതുപോലെ ലോക്കൽ ചീഫ്സ് ആയിരുന്ന ലോക്കലി ഉണ്ടായിരുന്ന നേതാക്കന്മാരായിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസും ലാൻഡഡ് പീപ്പിളും എല്ലാം മുഗൾസിൻ്റെ കൺട്രോളിലായി ബംഗാളിലുള്ള ആളുകളുടെ. ഓക്കെ, ദ ഏർലിയർ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് ബംഗാൾ ബ്രോക്ക് ഡൗൺ. മുമ്പേ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം എല്ലാം തകർന്നു, പിന്നീട് എല്ലാം മുഗളന്മാരുടെ അണ്ടറിലായി. ഹവർ ദ മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ ദ റീജിയൻ വാസ് നോട്ട് എ വെരി സ്ട്രോങ്. മുഗളന്മാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും വളരെ സ്ട്രോങ് ആയിരുന്നില്ല ബംഗാളിൽ. സോ ദിസ് ഗേവ് റൈസ് ടു പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ് ആൻഡ് ലാക്ക് ഓഫ് സോഷ്യൽ ഓർഡർ. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ആയെന്ന് പറഞ്ഞാൽ ഒരു രാജാവ് വന്നു, കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും അടുത്ത രാജാവ്, അങ്ങനെ സൊസൈറ്റിയിൽ ഒരു ഓർഡർ ഇല്ലാത്ത ആയി ഓരോ രാജാക്കന്മാരിങ്ങനെ വന്നു പോകുന്ന സിസ്റ്റം ക്രിയേറ്റഡ് ആയി. അറ്റ് ദിസ് ടൈം ദി പീപ്പിൾ ഓഫ് ബംഗാൾ വർഷിപ്ഡ് വേരിയസ് ട്രൈബൽ ഡൈറ്റീസ്. ആ സമയത്ത് ബംഗാളിലുള്ള ആളുകൾ ട്രൈബൽസിൻ്റെ ഡൈറ്റീസ് ദൈവങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. ആൻഡ് അവർ ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ വൈഷ്ണവിസം. മാത്രമല്ല വൈഷ്ണവിസം വിഷ്ണു ദൈവത്തെ ആരാധിക്കുന്ന ശീലമുണ്ടായി. ഇസ്ലാം മതത്തിലും വിശ്വസിച്ചു കുറേ ആളുകൾ, സൂഫി മതത്തിലും വിശ്വസിച്ചു കുറേ ആളുകൾ. ഓക്കെ, ദ കോമൺ പീപ്പിൾ ടുക്ക് അഡ്വൈസ് ഓൺ സെറ്റിലിംഗ് പ്രോബ്ലംസ് ഫ്രം ദെയർ ഓൺ സ്പിരിച്വൽ ലീഡേഴ്സ്. സാധാരണ കോമൺ പീപ്പിൾ എന്ത് ചെയ്തു ടുക്ക് അഡ്വൈസ് ഓൺ സെറ്റിംഗ് പ്രോബ്ലംസ് ഫ്രം ദെയർ ഓൺ സ്പിരിച്വൽ ലീഡേഴ്സ്.
അവരുടേതായിട്ടുള്ള മത ലീഡേഴ്സിൽ, അവരുടെ മതത്തിൽപ്പെട്ട ലീഡേഴ്സിൽ നിന്നും എന്ത് ചെയ്തു, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അവരോട് അഡ്വൈസ് തേടി, അവരോട് ഉപദേശം തേടി ഇങ്ങനെ ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് അവരാണ് പ്രോബ്ലം സെറ്റിൽ ചെയ്ത് കൊടുത്തത്. ഹും ദേ കോൾഡ് പീഴ്സ്. അവരുടെ ഓരോ മതങ്ങളുടെയും ലീഡേഴ്സിനെ, അവരുടെ പ്രോബ്ലംസ് സെറ്റിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ലീഡേഴ്സിനെ അവർ പീഴ്സ് എന്നാണ് വിളിച്ചത്. പീപ്പിൾ ബിൽറ്റ് സിമ്പിൾ ഷ്രിൻസ് ഫോർ ദിയർ ഗോഡ്സ് ആൻഡ് പീഴ്സ് അല്ലേ. ഷ്രിൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ആരാധനാലയങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പീഴ്സ് മരണത്തിന് ശേഷം ശവകുടീരങ്ങൾ എന്ത് ചെയ്തു, കെട്ടിപ്പൊക്കി അല്ലേ. അങ്ങനെ അവർ സിമ്പിളായിട്ടുള്ള ഷ്രിൻസും മേക്ക് ചെയ്യാൻ തുടങ്ങി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദെയർ പീഴ്സ്. ഓക്കെ, അപ്പോൾ ബംഗാളിൽ മെയിനായിട്ടും ഏതെല്ലാം റൂളേഴ്സ് വന്നു, എങ്ങനെ റൂൾ ചെയ്തു, എന്തൊക്കെയായിരുന്നു അവർ ഇഷ്ടപ്പെട്ടിരുന്നത്, അവരുടെ ദൈവവിശ്വാസം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് വി സ്റ്റഡീഡ് നൗ. ഓക്കെ, ദ നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. In Bengal, the worship of Lord Krishna became very popular during the Bhakti movement. ബംഗാളിൽ ലോർഡ് കൃഷ്ണ അല്ലെ, വർഷിപ്പ് ഓഫ് ലോർഡ് കൃഷ്ണ, ലോർഡ് കൃഷ്ണനെ, ദൈവമായിട്ടുള്ള കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു ശീലമായിരുന്നു ഭക്തി മൂവ്മെൻറ്റ്, വെരി പോപ്പുലർ ഡ്യൂറിങ് ദ ഭക്തി മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. ദിസ് വാസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ലിറ്ററേച്ചർ ഓഫ് ദ പീരീഡ്. അവരുടെ എഴുത്തുകളിലും ഇത് ആ സമയത്ത് കാണാൻ പറ്റി. ദ വൈഷ്ണവ ടീച്ചേഴ്സ് ഓഫ് ബംഗാൾ preached through verses composed in Bengali language. വൈഷ്ണവ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വിഷ്ണു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെ, അവരുടെ സ്പീച്ചസ്, അവരുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസ് അവർ എക്സ്പ്രസ് ചെയ്തത് ബംഗാളിലാണ് അല്ലേ. ബംഗാളിൽ പ്രസംഗിച്ചിരുന്നത് ത്രൂ വേഴ്സസ് കമ്പോസ്ഡ് ഇൻ ബംഗാളി ലാംഗ്വേജ്. അവർ ബംഗാളി ലാംഗ്വേജിലായിരുന്നു അവരുടെ സ്പീച്ചസ് നടത്തിയിരുന്നത്. ദ ഭക്തി സെയിൻറ്റ് ചൈതന്യദേവ ഓഫ് ബംഗാൾ സ്പ്രെഡ് ഹിസ് ഇൻഫ്ലുവൻസ് ഓവർ ദ ഹോൾ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ. ഭക്തി മൂവ്മെൻറ്റിലെ സന്യാസിയായിരുന്ന ചൈതന്യദേവ, ബംഗാളിലുള്ള ചൈതന്യദേവ അല്ലേ, സ്പ്രെഡ് ഹിസ് ഇൻഫ്ലുവൻസ് ഓവർ ദ ഹോൾ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ. അയാളുടെ ഇൻഫ്ലുവൻസ്, അതായത് ഭക്തി സന്യാസിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യയിലെ ഈസ്റ്റേൺ ഇന്ത്യയിലോട്ടെല്ലാം സ്പ്രെഡ് ആക്കി എന്നുള്ളതാണ് പറയുന്നത്. സെവറൽ ലിറ്റററി വർക്ക്സ് വർ കമ്പോസ്ഡ് ഓൺ ഹിസ് ലൈഫ് ആൻഡ് ടീച്ചിങ്സ്. ഒരുപാട് ലിറ്റററി വർക്ക്സ്, സെവറൽ ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞാൽ എഴുത്തുകളിലുള്ള വർക്ക്സും കമ്പോസ് ചെയ്തു ഓൺ ഹിസ് ലൈഫ് ആൻഡ് ടീച്ചിങ്സ്. അതായത് ചൈതന്യദേവ അയാളുടെ ലൈഫിൽ ഓൺ ഹിസ് ലൈഫ്, അതായത് അയാളുടെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ടീച്ചിങ്സ്, അയാളുടെ സ്പീച്ചസും അയാളുടെ പഠനവും എല്ലാം എന്ത് ചെയ്തു, ഇയാൾ പല ലിറ്റററി വർക്ക്സിലും അയാൾ കമ്പോസ് ചെയ്തു എന്നുള്ളതാണ്, എഴുതിയുണ്ടാക്കി എന്നാണ് പറയുന്നത്. വൺ എക്സാമ്പിൾ ഓഫ് ചൈതന്യ ചരിതമൃത റിട്ടൺ ബൈ കൃഷ്ണദാസ് കവിരാജ് ഇൻ എ മിക്സ്ചർ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് ബംഗാൾ. അതുപോലെ ആ സമയത്തിലുണ്ടായിരുന്ന ഒരു എക്സാമ്പിളാണ്, അതുപോലെ എഴുത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ചൈതന്യ ചരിതമൃത എന്ന് പറയുന്നത്. അത് എഴുതിയതാരാണ്? കൃഷ്ണദാസ് കവിരാജ് എന്ന് പറയുന്ന ആളാണ്. അത് എന്തിൻ്റെ മിക്സറാണ്? സംസ്കൃത ലാംഗ്വേജിൻ്റെയും ബംഗാളി ലാംഗ്വേജിൻ്റെയും ഒരു മിക്സിങ്ങിൻ്റെ ഒരു ബുക്കാണ് ഇത്. ഓക്കെ, ദ നെക്സ്റ്റ് അണ്ടർ ദ പാട്രണേജ് ഓഫ് മുസ്ലിം റൂളേഴ്സ് ഓഫ് ബംഗാൾ. അതുപോലെ ബംഗാളിലുള്ള മുസ്ലിം റൂളേഴ്സ് സെവറൽ ഓതേഴ്സ് ട്രാൻസ്ലേറ്റഡ് ദ രാമായൺ ആൻഡ് മഹാഭാരത ഇൻ ടു ബംഗാളി ഫ്രം സാൻസ്ക്രിറ്റ്. അതായത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഹിന്ദുക്കളുടെ വേദ ബുക്കുകളായിട്ടുള്ള രാമായണം മഹാഭാരതം എല്ലാം ബംഗാളി ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു ബംഗാളിലുള്ള മുസ്ലിം റൂളേഴ്സ്. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ കൃത്തുവാസ് ഓജ ട്രാൻസ്ലേറ്റഡ് ദ രാമായണ ആൻഡ് ശ്രീകാരാനന്ദി ട്രാൻസ്ലേറ്റഡ് പാർട്സ് ഓഫ് മഹാഭാരത ഇൻ ടു ബംഗാൾ. രണ്ട് ആളുകളാണ്. ആരൊക്കെയാണത്? കൃത്തിവാസ് ഓജ എന്ന് പറയുന്ന ആൾ രാമായണം എന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റ് ചെയ്ത രാമായണ ആൻഡ് രാമായണ ബംഗാളി ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആര്? കൃത്തിവാസ് ഓജ എന്ന് പറയുന്ന ആൾ. അത് അടുത്ത ആളാണ് ശ്രീകാരാനന്ദി എന്ന് പറയുന്ന ആൾ മഹാഭാരതത്തിലെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്തു? ബംഗാളി ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ദ നാഥ്പന്തി കൾട്ട് വാസ് പോപ്പുലർ ഇൻ മെഡീവൽ ബംഗാൾ. ബംഗാളിലുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് നാഥ്പന്തി കൾട്ട്. അവരേറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു മെഡീവൽ ടൈമിൽ. മോസ്റ്റ് ഓഫ് ദ നാഥ്പന്തി ടീച്ചേഴ്സ് ബിലോങ്ഡ് ടു ലോവസ്റ്റ് കാസ്റ്റ്. ഈ നാഥ്പന്തി വിഭാഗത്തിൽപ്പെട്ട ടീച്ചേഴ്സ്, ലീഡേഴ്സ് എല്ലാം ലോവസ്റ്റ് കാസ്റ്റിൽ നിന്ന് വന്നവരായിരുന്നു.
ദ നാഥ്പന്തീസ് കമ്പോസ്ഡ് 2 types of literature. ഇവർ എഴുതിയിരുന്ന 2 type of ലിറ്ററേച്ചറിലാണ്. വിച്ച് ആർ പാസ്ഡ് ഓൺ ഓറലി, അത് എഴുതി അല്ലേ, അതായത് അവർ പറഞ്ഞുണ്ടാക്കിയത് അത് ആളുകളിലോട്ട് സ്പ്രെഡ് ചെയ്തിരുന്നത് വാക്കിലൂടെയായിരുന്നു, പ്രസംഗത്തിലൂടെയായിരുന്നു. വൺ വാസ് ഇൻ ദ ഫോം ഓഫ് ഇൻസ്ട്രക്റ്റീവ് വേഴ്സസ്. ഒന്ന് ഇൻസ്ട്രക്റ്റീവ് വേഴ്സസിലായിരുന്നു, പാർട്ട്ലി ഇൻ കോഡ് ലാംഗ്വേജ്, പാർട്ട്ലി അത് കോഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞു കൊടുത്തിരുന്നത്. മീൻ ഓൺലി ഫോർ കാൾട്ട് മെമ്പേഴ്സ്, അതായത് ഈ നാഥ്പന്തിയിലുള്ള മെമ്പേഴ്സിന് മാത്രം അത് അവർ ഇൻസ്ട്രക്റ്റീവ് വേഴ്സസിലൂടെ പറഞ്ഞു കൊടുത്തു. ദിസ് അതർ വാസ് ഇൻ ദ ഫോംസ് ഓഫ് സ്റ്റോറീസ്, മറ്റത് സ്റ്റോറി രൂപത്തിലാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. സം ഓഫ് ദ സ്റ്റോറീസ് സച്ചാസ്, അത്തരത്തിലുള്ള സ്റ്റോറീസാണ് എന്താണ് ഗൊറാക്ഷ വിജയ്, ദെൻ മൈനാമദിർ ഖാൻ അല്ലേ, മൈനാമദീസ് സോങ്, അതായത് പാട്ടുകൾ എന്താണ് കഥകൾ പാട്ടുകളിലൂടെ പറഞ്ഞു കൊടുക്കുക. അതിന് എക്സാമ്പിളാണ് ഒന്ന് എന്താണ് ഗൊറാക്ഷ വിജയ് ആൻഡ് മ്യാൻമാർ ഗാൻ എന്ന് പറയുന്നത്. ഗാനം എന്ന് പറഞ്ഞാൽ പാട്ട് അല്ലേ. ഗ്ലോറിഫൈ വേരിയസ് നാഥ്പന്തി സിദ്ധാസ്, ഈ പാട്ടിലൂടെയെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാഥ്പന്തി വിഭാഗത്തിൽപ്പെട്ട സിദ്ധന്മാരെ കുറിച്ചാണ്, അതായത് അവരുടെ സന്യാസിമാരെ കുറിച്ചാണെന്നുള്ളതാണ് പറയുന്നത്. സം അതർ ആർ എപ്പിക് പോയിംസ് കോൾഡ് മംഗൽ കാവ്യാസ്, മറ്റുള്ളത് എപ്പിക്കിലുള്ള പോയംസ് ആണ്, അവയുടെ പറയുന്ന പേരാണ് മംഗൽ കാവ്യാസ് എന്ന് പറയുന്നത്. ദെൻ മംഗൽ കാവ്യാസ് ഈസ് ഫേമസ് അല്ലെ വേർഷൻ ഓഫ് ദ ചാന്ദിമംഗൽ ബൈ മകുന്ദറാൻ ചക്രവർത്തി ഓഫ് ദ 16th century അല്ലേ. അതുപോലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള അല്ലേ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് മംഗൽ കാവ്യാസ്, ഫേമസ് ആയിട്ടുള്ള മംഗൽ കാവ്യാസ് ആയിരുന്നു ഈസ് എ വേർഷൻ ഓഫ്, എന്തിൻ്റെ വേർഷൻ ആയിരുന്നു അത്, ചാന്ദിമംഗൽ ആരാണ് ഡ്രോ ചെയ്തത്, ബൈ മുകുന്ദറാം ചക്രവർത്തി ഓഫ് ദ 16th century. Songs were also composed in praise of Dharma Thakur, a tribal deity symbolizing the sun and fertility. Songs were also composed, പാട്ടുകളും എഴുതിയുണ്ടാക്കി ആരെ പ്രൈസ് ചെയ്തുകൊണ്ട്, ധർമ്മ തകൂറിനെ പ്രൈസ് ചെയ്തുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട്, എ ട്രൈബൽ ഡയറ്റി, അതായത് അവിടെയുള്ള ട്രൈബൽസിൻ്റെ ഒരു അല്ലെ ദൈവമായിരുന്നു ധർമ്മ തകൂർ, അയാളെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് സോങ്സ് കമ്പോസ് ചെയ്തിരുന്നത്. അത് സിംബലൈസിങ് ദ സൺ ആൻഡ് ഫെർട്ടിലിറ്റി, അതായത് സൂര്യനെയും ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഫലഭൂയിഷ്ടി എന്നൊക്കെയാണ് അർത്ഥം. മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റിയാണ്. അപ്പോൾ സണ്ണിനെയും ഫെർട്ടിലിറ്റിയെയും സിംബലൈസ് ചെയ്യുന്ന അവരുടെ ദൈവമായിരുന്നു ആര്, ധർമ്മ തക്കൂർ എന്നുള്ളത്. അവരെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് സോങ്സും പാടാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. ആ ഭാഗം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഒന്നും വരുന്നില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. The next we need to study Bengali architecture. What about the Bengali architecture? The medieval temples of Bengal show a distinctive architecture style. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഓരോ കരകൗശല വിദഗ്ധർ അല്ലേ. മിഡീവൽ ടൈമിൽ ബംഗാളിൽ എന്താണ് പ്രത്യേക തരത്തിലെ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈലാണ് ഉണ്ടായിരുന്നത്. ദിസ് സ്റ്റൈൽ ബിയേഴ്സ് എ ഇൻഫ്ലുവൻസ് ഓഫ് ട്രൈബൽ ട്രഡീഷൻ. ഇവരുടെ സ്റ്റൈല് ട്രൈബൽ ട്രഡീഷനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ട്രൈബൽ ഡൈറ്റീസ് വെർ ഓഫൺ വർഷിപ്ഡ് ഇൻ ചാള മീൻസ് താച്ച്ഡ് എന്ന് പറഞ്ഞാൽ മേഞ്ഞ വീടുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രൈബൽ ഡൈറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രൈബൽ ഗോഡ്സ് അല്ലേ, അവർ ആരാധിച്ചിരുന്ന അവരുടെ ദൈവങ്ങളെ ആണ് ഡൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈബൽസിൻ്റെ ഡൈറ്റീസ് വെർ ഓഫൺ വർഷിപ്ഡ് ഇൻ ചാള മീൻസ് താച്ച്ഡ് എ ഹട്ട് വിത്ത് താച്ച്ഡ് റൂഫ്, അതായത് വൈക്കോൽ കൊണ്ടോ ഇല കൊണ്ടോ ഒക്കെ മുകൾ ഭാഗം മേഞ്ഞിട്ടുള്ള ചെറിയ 1 റൂം ബിൽഡിങ്ങിനെയാണെങ്കിൽ 1 റൂമുള്ള ഒരു റൂമിനെയാണ് എന്ത് ചാള എന്നത് ഉദ്ദേശിച്ചത്. അതേപോലെ ട്രൈബൽ ഡൈറ്റീസ്, അതുപോലെ ട്രൈബൽ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നത് ചാളയിൽ വെച്ചിട്ടായിരുന്നു. ഷ്രിൻസ് അല്ലേ, ഇൻ ചാള ഷ്രിൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്ഷേത്രം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെൻ ഹിന്ദുസ് ബിഗാൻ ടു വർഷിപ്പ് ദീസ് ഡൈറ്റീസ് അല്ലേ, അങ്ങനെ ട്രൈബൽസ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ചാളയിൽ വെച്ച് ഇവരെ ദൈവത്തെ ആരാധിക്കുന്നത്. അതുപോലെ ഹിന്ദുസും എന്ത് ചെയ്തു, ദേ സ്റ്റാർട്ടഡ് ടു വർഷിപ്പ് ദീസ് ഡൈറ്റീസ്, അവരും ആരാധിക്കാൻ തുടങ്ങി. ദേ പ്ലേസ്ഡ് ദ ഇമേജസ് ഇൻ ദ ടെമ്പിൾസ് റിസംബ്ലിങ് ദ ചാള ഷ്രിൻസ് അല്ലേ. ചാളയിലുള്ള ആ അമ്പലത്തിലുള്ള ചാള ഷ്രിൻസ് എന്ന് പറഞ്ഞാൽ അമ്പലം അല്ലേ, ആ അമ്പലത്തിലുള്ള ദൈവത്തെ
റിസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ആ ചാളയുടെ ഉള്ളിൽ ഇവരുടെ ഇമേജസ് വെച്ചു എന്നാണ് പറയുന്നത്, പിക്ചേഴ്സ്. such a temple had a sloping roof which looked like some kind of ചാള. അല്ലേ, നമ്മൾ പറയും ചാള വീടാണെന്ന് പറയും. ചാള വീടെന്ന് പറഞ്ഞാൽ ഒറ്റ റൂമിൽ ഇങ്ങനെ ചെരിഞ്ഞ റൂഫുള്ള വീടുകളെയാണ് ചാള വീടെന്ന് പറയുന്നത് അല്ലേ. സോ അത്തരത്തിലുള്ള ടെമ്പിൾസ് സ്ലോപ്പിംഗ് റൂഫായിരുന്നു, ഇങ്ങനെ ചെരിഞ്ഞ റൂഫാണ്. വിച്ച് ലുക്ഡ് ലൈക്ക് സം കൈൻഡ് ഓഫ് ചാള അല്ലേ, ചാളയെ പോലെയാണ് തോന്നിയിരുന്നത്. അതായത് ട്രൈബൽ സൊസൈറ്റീസ് അവരുടെ ഡൈറ്റീസിനെ വർഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാളയിലാണ് യൂസ് ചെയ്തത്. ചാള എന്ന് പറഞ്ഞാൽ താച്ചർ റൂഫുള്ള വൺ റൂമായിട്ടുള്ള അമ്പലത്തിൽ. അതുപോലെ തന്നെ ഹിന്ദു റിലീജിയൻസും ദേ സ്റ്റാർട്ടഡ് ടു വർഷിപ്പ് ദെയർ ഗോഡ്സ് ഇൻ ചാള ഷ്രീൻസ്. അവരും ചാള യൂസ് ചെയ്തു. ഏതർ എ ദോ ചാള വിത്ത് എ റൂഫ് മെയ്ഡ് ഓഫ് 2 പീസ് ഓഫ് താച്ച്. ഒന്നുകിൽ ചാള അല്ലെങ്കിൽ ദോച്ചാള എന്ന് പറഞ്ഞാൽ 2 പീസ് ഓഫ് താച്ച്, അല്ലെങ്കിൽ ചൗച്ചാള വിത്ത് എ റൂഫ് മെയ്ഡ് ഓഫ് 4 പീസ് ഓഫ് താച്ച്. അതായത് ഒരു ചാള എന്ന് പറഞ്ഞാൽ ഒറ്റ ഷീറ്റ് ഓഫ് താച്ച് കൊണ്ട്, പീസ് ഓഫ് താച്ച് കൊണ്ട്, താച്ച് എന്ന് പറഞ്ഞാൽ ഒരു പാളി അല്ലെങ്കിൽ ഒരു ഇലയുടെ ഭാഗം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന റൂം. ദോച്ചാള എന്ന് പറഞ്ഞാൽ 2 ചാള വെച്ചിട്ട് 2 താച്ച് വെച്ചിട്ട് 2 പീസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ചൗച്ചാള എന്ന് പറഞ്ഞാൽ റൂഫ് മെയ്ഡ് ഓഫ് 4 പീസ് ഓഫ് താച്ച്, 4 പീസ് ഓഫ് താച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അമ്പലത്തെയാണ് ചൗച്ചാള എന്ന് ഉദ്ദേശിച്ചത്. ദെൻ ഒറാൻ അച്ചാള വിത്ത് 2 ചൗച്ചാളാസ് പ്ലേസ്ഡ് 1 over another, അല്ലെങ്കിൽ അച്ചാള എന്നറിയപ്പെട്ടു. ആച്ചാള മീൻസ് 2 ചൗച്ചാളാസ് പ്ലേസ്ഡ് over 1 another. ചൗച്ചാള എന്ന് പറഞ്ഞാൽ 4 പീസസ് ഉള്ള താച്ച് വെച്ചിട്ടുള്ള 1 റൂം. അതിനെ 2നെയും ഒരുമിച്ച് വെച്ചിരിക്കുക. അങ്ങനെയുള്ള 2 ഒരുമിച്ച് വെച്ചാൽ അതിനെ വി ക്യാൻ കോൾ ആച്ചാള. ഓക്കെ, ദെൻ ഇതെല്ലാം ദിസ് ഇസ് സ്പെഷ്യാലിറ്റി ഓഫ് ദ ബംഗാളി ടെമ്പിൾസ്, ആൻഷ്യൻ്റ് ടെമ്പിൾസ് അല്ലെങ്കിൽ ചാളാസ്. ഓക്കെ, സം ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ബംഗാൾ സ്റ്റൈൽ ടെമ്പിൾസ് ആർ ഫൗണ്ട് ഇൻ വിഷ്ണുപൂർ ഇൻ ദ ബങ്കുറ ഡിസ്ട്രിക്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ സം ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ബംഗാളിലുള്ള ബംഗാൾ സ്റ്റൈൽ ഓഫ് ടെമ്പിളിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇൻ വിഷ്ണുപൂർ ഇൻ ദ ബങ്കുറ ഡിസ്ട്രിക്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ഇന്നത്തെ വെസ്റ്റ് ബംഗാളിലെ ബങ്കുറ ഡിസ്ട്രിക്റ്റിലെ വിഷ്ണുപൂരിൽ ബംഗാൾ സ്റ്റൈൽ ഓഫ് ടെമ്പിൾസിലെ അന്നത്തെ ബംഗാൾ സ്റ്റൈൽ ഓഫ് ടെമ്പിൾസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ കാണാം എന്നുള്ളതാണ് സേയിക്കുക. എമംഗ് ദീസ് ആർ ദ രാധാബിനോദ് ആൻഡ് കേഷ്ടരായ ടെമ്പിൾ. ഇന്ന് അവിടെ കാണുന്ന രാധാവിനോദ് ആൻഡ് കേഷ്ടരായ ടെമ്പിൾസ് ഇത് അന്നത്തെ ടെമ്പിൾസിനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ദേ വെർ ബിൽറ്റ് ബൈ ദ ഹിന്ദു മല റൂളേഴ്സ്. ഈ അമ്പലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മെഡീവൽ ടൈമിലുണ്ടായിരുന്ന ഹിന്ദു മല്ല റൂളേഴ്സ് ആയിരുന്നു. ഹൂ ആർ ഓഫ് ട്രൈബൽ ഒറിജിൻ. ട്രൈബൽസ് എന്നാണ് അവർ വന്നിട്ടുള്ളത്. ബട്ട് പ്രൊമോട്ടഡ് ബോത്ത് ട്രൈബൽ ആൻഡ് സാൻസ്ക്രിറ്റ് കൾച്ചേഴ്സ്. ട്രൈബലിൻ്റെയും സംസ്കൃതത്തിൻ്റെയും കൾച്ചേഴ്സ് അവർ യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ദ റെഡ് സോയിൽ ഓഫ് ദ വിഷ്ണുപൂർ ഈസ് എക്സലൻറ്റ് ഫോർ മേക്കിംഗ് വിച്ച് ടെറാക്കോട്ട ബ്രിക്സ് ആൻഡ് സ്കൾച്ചേഴ്സ്. നമ്മൾക്കറിയാം ഇവിടെ ദാറ്റ് ഇസ് സ്ക്രിപ്റ്റ്സ് അല്ലേ. ദ റെഡ് സോയിൽ ഓഫ് വിഷ്ണുപൂർ, അതായത് നമ്മളിപ്പോൾ കണ്ടു വെസ്റ്റ് ബംഗാളിലെ ബങ്കൂറ ഡിസ്ട്രിക്റ്റിലെ വിഷ്ണുപൂരിൽ ഏറ്റവും കൂടുതലുള്ളത് റെഡ് സോയിലാണ്. ഈ റെഡ് സോയിൽ എക്സലൻ്റ് ആണ് ഫോർ മേക്കിംഗ് ടെറാക്കോട്ട ബ്രിക്സ്. ടെറാക്കോട്ട ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടിക പോലെയുള്ള ബ്രിക്കുകൾ. അതായത് കട്ടയുണ്ടാക്കിയിട്ട് അത് ചൂടാക്കി നല്ല ചൂടിൽ ചൂടാക്കുമ്പോൾ അതിന് ഉറപ്പ് കൂടും. അങ്ങനെയാണ് ഇഷ്ടികയെല്ലാം ഉണ്ടാക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ടെറാക്കോട്ട ബ്രിക്സും ആൻഡ് സ്കൾച്ചേഴ്സ് പ്രതിമകളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സലൻ്റ് ആണ് നമ്മളുടെ വിഷ്ണുപൂരിലുള്ള റെഡ് സോയിൽ. ദ ടെമ്പിൾസ് ഓഫ് വിഷ്ണുപൂർ ഹാവ് ബ്യൂട്ടിഫുൾ ടെറാക്കോട്ട പാനൽസ് ഓൺ ദെയർ വാൾസ്. അതുപോലെ ടെറാക്കോട്ട കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. വി ക്യാൻ സീ ഇൻ ദ വിഷ്ണുപൂർ ടെമ്പിൾസ്. ഈ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ. കേഷ്ടരായ ടെമ്പിൾ വിഷ്ണുപൂർ ഈസ് ഓൾസോ കോൾഡ് ജോർ ബംഗ്ല ടെമ്പിൾ. അത് ആ ഒരു ടെറാക്കോട്ട ബ്രിക്സ് കൊണ്ടാണ് ആ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി
ഫിഷ് ഇൻ ബംഗാളി കൾച്ചർ അല്ലെ. വാട്ട് അബൌട്ട് ബംഗാളി കൾച്ചറിൽ ഫിഷിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നുള്ളതാണ്. വെൻ ദ മിഡീവൽ പീരീഡ് മച്ച് ഓഫ് ബംഗാൾ ഈസ് ഡെൽറ്റ റീജിയൻ ആൻഡ് ദ മെനി വാട്ടർ ബോഡീസ് ഓഫ് ദിസ് റീജിയൻ അബൗണ്ട് ഇൻ ഫിഷ് അല്ലെ. ബംഗാൾ ഡെൽറ്റ റീജിയൻ ആണ് ആൻഡ് മെനി വാട്ടർ ബോഡീസ്, ഇവിടെയുള്ള വാട്ടർ ബോഡീസ് എല്ലാം റീജിയൻ അബാണ്ടൻറ്റ് ഇൻ ഫിഷ് മീൻസ് വി ക്യാൻ സീ ലോട്ട് ഓഫ് ഫിഷസ് ഇൻ ദെയർ വാട്ടർ ബോഡീസ്. ഹെൻസ് ഫിഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഓഫ് ദെയർ ഡയറ്റ്, daily diet of the people of Bengal. Because of fish is abundant there, they mainly used fish for their diet. People from all sections of the Bengal society eat fish. Even Brahmins, unlike Brahmins in most part of India, are allowed to eat white fish with the scales. That means fish is an important diets of Bengal people because fish is abundant there. Fish there got in most of their water bodies. So people from all sections of Bengali people society eat fish അല്ലേ. നമ്മളുടെ ഇവിടെ എല്ലാം ചില കമ്മ്യൂണിറ്റീസ് എല്ലാം എന്താണ് ഫിഷും മീറ്റും അങ്ങനെയൊന്നും കഴിക്കില്ല അല്ലേ. എന്നാൽ ബംഗാളിലുള്ള എല്ലാ സെക്ഷൻസ് ഓഫ് പീപ്പിളും എന്ത് ചെയ്തു, ദേ ഈറ്റ് ഫിഷ്. ഈവൻ ബ്രാഹ്മൺസ് കൂടി എന്ത് ചെയ്തു, അവരുടെ ഫുഡിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു ഫിഷ്. അൺലൈക്ക് ബ്രാഹ്മൺസ് ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ബ്രാഹ്മൺസിനെ പോലെയല്ല അല്ലേ. എന്നാൽ ഇന്ത്യയിലുള്ള മറ്റു ബ്രാഹ്മൺസ് അല്ലേ എന്താണ് ഫിഷസ് കഴിക്കുമായിരുന്നില്ല. അൺലൈക്ക് ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ബ്രാഹ്മൺസ്, ഇന്ത്യയിലുള്ള ബംഗാളിൽ ഒഴികെയുള്ള ബ്രാഹ്മൺസ് എന്തായിരുന്നു ആ കാലങ്ങളിൽ ഫിഷസ് കഴിച്ചിരുന്നില്ല. എന്നാൽ ബംഗാളിലുള്ള ബ്രാഹ്മൺസ് എന്ത് ചെയ്തു, ദേ എയ്റ്റ് ഫിഷസ്. ദേ ആർ അലൗഡ് ടു ഈറ്റ് വൈറ്റ് ഫിഷ് വിത്ത് സ്കെയിൽസ്. ബംഗാളിലുള്ള ബ്രാഹ്മൺസ് പിന്നെ വെള്ള കളറിലുള്ള മത്സ്യങ്ങളെ കഴിക്കാൻ സമ്മതിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വിത്ത് സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആ മുള്ളില്ലേ, ആ മുള്ളടക്കം കഴിക്കാനാണ് അവർ അനുവദിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. ബിസൈഡ്സ് സർവിങ് ആസ് ഫുഡ്, ഫിഷ് ആർ റിഗാർഡഡ് ആസ് ഓസ്പീഷ്യസ് ആൻഡ് ആർ യൂസ്ഡ് ഇൻ റിച്വൽസ് ആൻഡ് സെറിമണീസ് അല്ലേ. കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഫിഷസിനെ യൂസ് ചെയ്തിരുന്നത്. ഫിഷ് ആർ റിഗാർഡഡ് ആസ് ഓസ്പീഷ്യസ്, അതായത് ഫിഷിനെ ഒരു ഗുഡ്നെസ് ആയിട്ട് അവർ കണക്കാക്കിയിരുന്നു. ഓസ്പീഷ്യസ് ആയിരുന്നു, വീട്ടിലൊരു ഫിഷ് ഉണ്ടായാൽ അത് നല്ല ഗുഡ്നെസ് ആണെന്ന് അവർ വിശ്വസിച്ചു. ആൻഡ് ആർ യൂസ്ഡ് ഇൻ റിച്വൽസ്, അവരുടെ ആചാരങ്ങൾക്കും സെറിമണീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആഘോഷങ്ങൾക്കും എല്ലാം ഫിഷസ് യൂസ് ചെയ്തു. സച്ച് ആസ് മാരേജസ് അല്ലെ, വിവാഹങ്ങളിലും എല്ലാം അവർ മീനിനെ യൂസ് ചെയ്തു. അതൊരു ഗുഡ്നെസ് ആയിട്ട് അവർ കണക്കാക്കി. മീനെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. സം ടൈപ്സ് ഓഫ് ബംഗാൾ യൂസ് സർട്ടൻ ടൈപ്സ് ഓഫ് ഫിഷ് ആസ് എയർ ടോട്ടം അല്ലേ. ടോട്ടം മീൻസ് റിലീജിയസ് സിമ്പിൾ. ബംഗാളിലുള്ള ചില ട്രൈബൽസ്, ചില കാട്ടിലെ ട്രൈബൽ വിഭാഗം എന്ത് ചെയ്തു, ചില ടൈപ്സ് ഓഫ് ഫിഷിനെ എന്തായിട്ട് അവരുടെ ടോട്ടമായിട്ട് കൺസിഡർ ചെയ്തു. ടോട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ മതത്തിൻ്റെ സിമ്പിളായിട്ട് ചില ഫിഷസിനെ യൂസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഫിഷ് ആർ ഡെപ്പിക്റ്റഡ് ഇൻ സ്കൾപ്ചേഴ്സ്, പ്രതിമകളായിട്ട് ഫിഷസിനെ ഉണ്ടാക്കി. പെയിൻറ്റിങ്സിൽ ഫിഷസിനെ യൂസ് ചെയ്തു. ആൻഡ് അൽഫാന മീൻസ് എ ഫോക്ക് ആർട്ട് ഫോം ഇൻ വിച്ച് ഡിസൈൻസ് ആർ ഡ്രോൺ ഓൺ ദ ഫ്ലോർ വിത്ത് എ പേസ്റ്റ് ഓഫ് റൈസ് ഫ്ലോർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോലം വരക്കുക എന്നൊക്കെ പറയും അല്ലേ. കോലം വരക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെള്ളപ്പൊടി വെച്ചിട്ട് മുറ്റത്ത് ഇങ്ങനെ പൂവിൻ്റെ പിക്ചർ അല്ലേ, പൂ പോലെയൊക്കെ ഡ്രോ ചെയ്യുന്നതിനാണ് കോലം വരക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഡ്രോ ചെയ്യുന്നതിനും എന്ത് ചെയ്തു, ഫിഷസിൻ്റെ രൂപത്തിൽ അവർ ഡ്രോ ചെയ്തു. അതായത് ഫിഷസിൻ്റെ പിക്ചേഴ്സ് അവരങ്ങനെ ഡ്രോ ചെയ്തു, അൽപ്പാന ചെയ്തു. അൽപ്പാന മീൻസ് എ ഫോക്ക് ആർട്ട് ഫോം ഇൻ വിച്ച് ഡിസൈൻസ് ആർ ഡ്രോൺ ഓൺ ദ ഫ്ലോർ, നിലത്താണത് വരക്കുക അല്ലേ. വിത്ത് എ പേസ്റ്റ് ഓഫ് റൈസ് ഫ്ലോർ, റൈസ് പൊടിയുടെ ഒരു പേസ്റ്റ് കൊണ്ടാണ് ഈ അൽപ്പാന ഡ്രോ ചെയ്തിരുന്നത്. അൽപ്പാന ഡ്രോ ചെയ്യുമ്പോൾ ദ സെലക്ട് പിക്ചർ ഓഫ് ഫിഷസ്. ദിസ് ഇസ് അബൌട്ട് ദ ഫിഷ് ഇൻ Bengali culture. So we completed this chapter and we need to find out the question answers from this chapter that we can find out now. So all of you take your exercise part. What we studied today, you should read minimum 5 times. If you have any doubt, you can ask to me after the class. So all of you take your exercise part, A part question answers. Okay. So we need to discuss about the question answers from this chapter. Then A part question answers, all of you listen to the first. Which regional language evolved in Kerala? ഏതാണ് ഇന്ത്യയിലെ കേരളത്തിലെ regional language? Yes, you may write there Malayalam.
നെയിം 2 അതർ ലാംഗ്വേജസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഇറ്റ്. മലയാളത്തിനോട് കണക്ഷനുള്ള 2 ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. യു മേ റൈറ്റ് ദ തമിഴ് ആൻഡ് സാൻസ്ക്രിറ്റ്. ദെൻ A2, which dynasty built the Jagannath temple at Puri? You may write there the answer Ganga dynasty. Then third, name a ruler who patronized Kathak dance. Take your 76th page. 76th കഥക് ഡാൻസ് ഫോംസ് ഓഫ് നോർത്ത് ഇന്ത്യയിലെ 3rd പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈനിലുണ്ട് നവാബ് വാജിദ് അലി ഷാ ഓഫ് അവധ്. എന്താണ് A3 ഡാൻസ്. ദെൻ A4, വാട്ട് ഈസ് ബുക്ക് ഇലുമിനേഷൻ? എന്താണ് ബുക്ക് ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ? അത് നിങ്ങളുടെ 77th പേജ് നമ്പർ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ 3rd ലൈനിലുണ്ട് ഇലുമിനേഷൻ എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ആ ബ്രാക്കറ്റിലുള്ള ആൻസറാണ് യു നീഡ് ടു റൈറ്റ് ഡെക്കറേഷൻ ഓഫ് ദ പേജസ് ഓഫ് ബുക്സ്. അതാണ് A4ൻ്റെ ആൻസർ. ദെൻ A5, നെയിം ദ പെയിൻറ്റിംഗ് സ്റ്റുഡിയോ സെറ്റപ്പ് ബൈ അക്ബർ. അത് നിങ്ങളുടെ 77th തന്നെ നെക്സ്റ്റ് സൈഡിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഏതാണ് തൻവീർ ഖാന. ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈനിലുണ്ട് അത് തൻവീർ ഖാന ആണ് പെയിൻറ്റിംഗ് സ്റ്റുഡിയോ. ദാറ്റ് ഈസ് ദ ആൻസർ ഓഫ് A5. The next 6, in which part of India were Mangal Kavyas popular? Give an example of Mangal Kavya. അതിൻ്റെ ആൻസർ ആയിട്ട് ആ ക്വസ്റ്റ്യൻ്റെ അടുത്ത് എഴുതി വെക്കുക മിഡീവൽ ബംഗാളാണ് അതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ്റെ അടുത്ത് എഴുതി വെക്കുക ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ വർ മംഗൽ കാവ്യാസ് പോപ്പുലർ ഇൻ മിഡീവൽ ബംഗാൾ. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് മംഗൽ കാവ്യ. അത് നിങ്ങളുടെ 78th പേജിൽ സോറി 78th പേജിൽ ബംഗാളി ആർക്കിടെക്ചർ എന്ന് കാണുന്നില്ലേ അതിൻ്റെ മുകളിലത്തെ പാരഗ്രാഫിൽ ചാന്ദിമംഗൽ ബൈ മുകുന്ദരാമൻ ചക്രവർത്തി ഓഫ് 16th century. അതാണ് മംഗൽ കാവ്യക്ക് ഒരു എക്സാമ്പിൾ കേട്ടോ. അതാണ് A6ൻ്റെ ആൻസർ. ദെൻ A7, നെയിം എ ട്രൈബൽ ഡൈറ്റി വർഷിപ്ഡ് ഇൻ ബംഗാൾ. ബംഗാളിൽ വർഷിപ്പ് ചെയ്തിട്ടുള്ള ഒരു ട്രൈബൽ ഡൈറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ഉണ്ട് ജഗന്നാഥ്. ട്രൈബൽസ് ആരാധിച്ചിരുന്ന ഒരു ദൈവമാണ് ജഗന്നാഥ്. അതാണ് A7ൻ്റെ ആൻസർ. ദെൻ B പാർട്ട്, നെയിം ദ ഡൈറ്റീസ് വർഷിപ്ഡ് ഇൻ ദ ജഗന്നാഥ് ടെമ്പിൾ അറ്റ് പൂരി. പൂരിയിലെ ജഗന്നാഥ് ടെമ്പിളിൽ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ തന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ സെക്കൻഡ് ലൈനിലുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ സെക്കൻഡ് ലൈൻ, എലോങ് വിത്ത് ജഗന്നാഥ് ഹിസ് ബ്രദർ ബാലഭദ്ര ആൻഡ് സിസ്റ്റർ സുഭദ്ര ഓൾസോ വർഷിപ്ഡ് ഇൻ ദ ജഗന്നാഥ് ടെമ്പിൾ. അതാണ് B1ൻ്റെ ആൻസർ. ദെൻ B2, ഹൗ ഡിഡ് ദ ഭക്തി മൂവ്മെൻറ്റ് ഇൻഫ്ലുവൻസ് കഥക് ഡാൻസ്. ഭക്തി മൂവ്മെൻറ്റ് കഥക് ഡാൻസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. B2 അത് നിങ്ങളുടെ തിങ്സ് ടു റിമെമ്പർ 79th പേജിൽ തിങ്സ് ടു റിമെമ്പർ പോയിൻറ്റ്സിൽ 3rd പോയിന്റിൽ ദ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഓഫ് കഥക് എന്ന് പറയുന്ന പോയിന്റില്ലേ അത് ഫുള്ള് വേണ്ട. അതിൻ്റെ സെക്കൻഡ് ലൈൻ ഇങ്ങനെയാണ്, കഥക് ഏർലിയർ ബേസ്ഡ് ഓൺ രാമായണ, മഹാഭാരത ആൻഡ് പുരാണാസ് ബിക്കേം ബേസ്ഡ് ഓൺ ലൈഫ് ഓഫ് ലോർഡ് കൃഷ്ണ ഡ്യൂറിങ് ദ ഭക്തി മൂവ്മെൻറ്റ്. അത്രയാണ് B2ൻ്റെ ആൻസർ. ദെൻ B3,
വാട്ട് ഈസ് ജൗഹർ? വൈ ആൻഡ് ബൈ ഹും വാസ് ഇറ്റ് കമ്മിറ്റഡ്? അല്ലേ, എന്താണ് ജൗഹർ? അത് നിങ്ങളുടെ 76 പേജ് നമ്പറിൽ പെയിൻറ്റിങ് എന്നുള്ള ഹെഡിങ് കാണുന്നില്ലേ, അതിൻ്റെ മുകളിലത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് 3 ലൈൻ ഉണ്ട്. ദ വുമൺ ഓഫ് ഡിഫീറ്റഡ് റോയൽ ഹൗസ് ഹോൾഡ് സംടൈംസ് കമ്മിറ്റഡ് ജൗഹർ മാസ് സൂയിസൈഡ് ബൈ ജമ്പിങ് ഇൻ ടു ഫ്ലെയിംസ്. അപ്പോൾ ആരാണെന്ന് അവിടെ പറയുന്നില്ല, ഏത് വുമൺ ആണെന്ന് അവിടെ പറയുന്നില്ല. അപ്പം നിങ്ങൾ ദ വുമൺ ഓഫ് ഡിഫീറ്റഡ് റോയൽ ഹൗസ് ഹോൾഡ് എന്ന് കാണുന്നില്ലേ, അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ എഴുതി വെക്കുക, ദ രജപുത് വുമൺ ഓഫ് ഡിഫീറ്റഡ് റോയൽ ഹൗസ് ഹോൾഡ് സംടൈംസ് കമ്മിറ്റഡ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, അതാണ് B3യുടെ ആൻസർ. ദെൻ B5, നെയിം എ ഫ്യൂ റീജിയണൽ സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് ദാറ്റ് ഫ്ലോറിഷ്ഡ് ഇൻ ഇന്ത്യ സിൻസ് ഔറംഗസേബ്സ് റെയിൻ. ഔറംഗസേബിൻ്റെ സമയത്ത് ഇന്ത്യയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫ്ലോറിഷ് ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങളുടെ 77th പേജിൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മിഡീവൽ ബംഗാൾ എന്നുള്ള ഹെഡിങ് കാണുന്നില്ല, അതിൻ്റെ മുകളിലത്തെ പാരഗ്രാഫിൽ 1, 2, 3, 4, 5, 6th ലൈനിൽ ബണ്ടി, മേവാർ, കോട്ട, കിഷാൻഗാഗ്, മാർവാർ, ജയ്പൂർ ആൻഡ് ബിഗാനർ. ഇത്രയാണ് B4ൻ്റെ ആൻസർ. ഇതാണ് സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ്സ്. ഓക്കെ, ഇത്രയാണ് B4ൻ്റെ ആൻസർ. ദെൻ B5, നെയിം എ പ്ലേസ് വിച്ച് ഇസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബംഗ്ലാ സ്റ്റൈൽ ടെമ്പിൾ. ബംഗ്ലാ സ്റ്റൈൽ ടെമ്പിൾ ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ഏതാണ്? വാട്ട് കൈൻഡ് ഓഫ് ഡെക്കറേഷൻ ടു ദ ടെമ്പിൾസ് ഓഫ് ദിസ് പ്ലേസ് ഹൗ? അല്ലേ, ആ ടെമ്പിൾസിൽ ഏത് തരത്തിലുള്ള ഡെക്കറേഷൻ ആണുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 76th പേജിൽ 76th അല്ല 79th പേജിൽ ഫിഷ് ഇൻ ബംഗാളി കൾച്ചർ എന്നുള്ള ഹെഡിങ് ഇല്ലേ, അതിൻ്റെ മുകളിലത്തെ പാരഗ്രാഫ്, ബംഗ്ലാ സ്റ്റൈൽ ടെമ്പിൾസ് ആർ ഫൗണ്ട് ഇൻ വിഷ്ണുപൂർ ഇൻ ദ ബംഗൂര ഡിസ്ട്രിക്റ്റ് ഓഫ് ബംഗാൾ. അപ്പോൾ ഏത് സിറ്റിയിലാണ് അത് കാണപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അത് അതിൻ്റെ ആൻസറാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തത്. ഫസ്റ്റ് ലൈനിൽ ഫുള്ള് വേണ്ട, ബംഗ്ലാ സ്റ്റൈൽ ടെമ്പിൾസ് ആർ ഫൗണ്ട് ഇൻ വിഷ്ണുപൂർ ഇൻ ദ ബംഗൂര ഡിസ്ട്രിക്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി അതിൻ്റെ കൂടെയുണ്ട്. ഏതാണത്? വാട്ട് കൈൻഡ് ഓഫ് ഡെക്കറേഷൻ ഡു ദ ടെമ്പിൾസ് ഓഫ് ദിസ് പ്ലേസ് ഹൗ? അല്ലെ, എന്ത് തരത്തിലുള്ള ഡെക്കറേഷൻ ആണുള്ളത്? ആ പാരഗ്രാഫിൻ്റെ തന്നെ ലാസ്റ്റ് സെൻറ്റൻസ്, ദ ടെമ്പിൾസ് ഓഫ് വിഷ്ണുപൂർ ഹാവ് ബ്യൂട്ടിഫുൾ ടെറാക്കോട്ട പാനൽസ് ഓൺ ദെയർ വോൾസ്. അതാണ് B5ൻ്റെ ആൻസർ. ദെൻ C പാർട്ട്, വെൻ ആൻഡ് ഹൗ ഡിഡ് മലയാളം കം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സാൻസ്ക്രിറ്റ്? അല്ലെ, എങ്ങനെ എവിടെ വെച്ചിട്ടാണ് സംസ്കൃതത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ മലയാളം വന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങളുടെ തിങ്സ് ടു റിമെമ്പറിലെ ഫസ്റ്റ് പോയിന്റ്. ദ മലയാളം ലാംഗ്വേജ് ഓഫ് കേരള which until about the 8th century was influenced by Tamil came under the influence of Sanskrit. This can be seen in a 14th century work in Malayalam grammar written in the Manipravala style. അത്രയാണ് C1ൻ്റെ ആൻസർ. ദെൻ C2, ഡിസ്ക്രൈബ് ദ ഇമേജ് ഓഫ് ലോർഡ് ജഗന്നാഥ്. അത് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ 1, 2, 3, 4, 5th lines. The idols are actually roughly carved logs of wood on which large eyes are painted. The stems are attached and represent arms. New idols made every 12 years. The old ones are buried. അപ്പോൾ ഐഡിയൽസ് എന്നിവിടെ പറയുന്ന ജഗന്നാഥ് ഐഡിയൽ ആണ് കേട്ടോ. അപ്പോൾ അതാണ് C2ൻ്റെ ആൻസർ. Then C3, what were the developments in Kathak dance after it was introduced in royal courts? റോയൽ കോർട്ടിൽ കഥക് ഡാൻസ്, ആദ്യം ടെമ്പിൾസിലായിരുന്നു കഥക് ഡാൻസ്, പിന്നീട് റോയൽ കോർട്ടിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങളുടെ 76th പേജിൽ ദ കഥക് ഡാൻസ് ഫോംസ് ഓഫ് നോർത്ത് ഇന്ത്യ എന്നുള്ള അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ്, third line. Here, more emphasis was laid on rhythm and movement than on old religious stories. The Kathak dance thus got many of its present features such as delicate gestures and facial expressions and fast footwork. ഇത്രയും മാറ്റങ്ങളാണ് അത്
കൊട്ടാരത്തിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് C3 ആൻസർ. ദെൻ C4 മെൻഷൻ 3 കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ കമ്പോസ്ഡ് ബൈ മെഡീവൽ ബംഗാളി ഓതർ. 3 തരത്തിലുള്ള ലിറ്ററേച്ചർ ഏതൊക്കെയായിരുന്നു മെഡീവൽ ബംഗാളിൻ്റെ ഓതേഴ്സ് എഴുതിയിരുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ തിങ്സ് ടു റിമെമ്പറിൽ ഫസ്റ്റ് പേജിൽ ലാസ്റ്റ് പോയിന്റ് 79th തിങ്സ് ടു റിമെമ്പർ 1 2 3 4 5 6 7 8 9th പോയിന്റ് മിഡീവൽ ബംഗാളി ലിറ്ററേച്ചർ എന്ന് പറയുന്ന പോയിന്റില്ലേ അത് അവിടെ സ്റ്റാർട്ട് ചെയ്യണ്ട. അതിൻ്റെ സെക്കൻഡ് ലൈനിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക. സെവറൽ ലിറ്റററി വർക്ക്സ് വർ കമ്പോസ്ഡ് ഓൺ ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ഭക്തി സെയിൻറ്റ് ചൈതന്യദേവ. ഓതേഴ്സ് ട്രാൻസ്ലേറ്റഡ് ദ രാമായണ ആൻഡ് മഹാഭാരത ഇൻ ടു ബംഗാളി. സ്റ്റോറീസ് ഗ്ലോറിഫൈയിങ് നാഥ്പന്തി സിദ്ധാസ് ആൻഡ് എപ്പിക് പോയംസ് കോൾഡ് മംഗൽ കാവ്യാസ് വെർ ഓൾസോ കമ്പോസ്ഡ്. അതാണ് C4ൻ്റെ ആൻസർ. ഈ C4 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അപ്പോൾ അത് നോട്ട് ചെയ്യാം. എന്താണ് C4ൻ്റെ ക്വസ്റ്റ്യൻ? മെൻഷൻ എനി 3 കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ കമ്പോസ്ഡ് ബൈ മെഡീവൽ ബംഗാളി ഓതേഴ്സ്. മെഡീവൽ ടൈമിലുള്ള ബംഗാളി എഴുത്തുകാർ 3 തരത്തിലുള്ള ലിറ്ററേച്ചർ ഏതെല്ലാമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ആൻസർ ഇപ്പം നിങ്ങൾ മാർക്ക് ചെയ്താണ് പഠിക്കുക കേട്ടോ. പിന്നെ അതിലെ ഡീപ്പാർട്ടൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് ഫൈൻഡ് ചെയ്യണ്ട. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കുക. ലീലാ തിലകം വാസ് റിട്ടൺ ഇൻ ദ ഡാഷ് സ്റ്റൈൽ. ആൻസർ മണിപ്രവാള സ്റ്റൈലാണ്. MANIPRAVALA. Then second, Dash is believed to have been a tribal deity who have to be identified with the Lord Krishna. Answer Jagannath. ടെക്സ്റ്റിൽ നമ്മൾ മാർക്ക് ചെയ്താണ്, നോക്കി വിത്തൗട്ട് എനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് യു ക്യാൻ റൈറ്റ് ദ. ദ ഡാഷ് ആൻഡ് ഡാഷ് സ്കൂൾസ് വർ ടു രാജസ്ഥാൻ. രാജസ്ഥാനിലുള്ള പെയിൻറ്റിങ് സ്കൂൾസാണ് 2 എഴുതേണ്ടത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബഷോലി ആൻഡ് കാംഗ്ര സ്കൂൾസ് വർ ടു ദ ഹിൽ സ്ട്രെച്ചിങ് ഫ്രം ജമ്മു ടു ഗാർവാൾ. ജമ്മു മുതൽ ഗാവ വരെയുള്ള പ്ലേസസ് വരെ ഉള്ള 2 സ്കൂൾസാണ് ബസോലി ആൻഡ് കാംഗ്ര. അതുപോലെ രാജസ്ഥാനിലുള്ള 2 സ്കൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ എഴുതാം. ജയ്പൂർ ഘരാനാസ് JAIPUR, ഘരാനാസ് GHARANAS. പിന്നെ രണ്ടാമത്തത് ബനാറസ് BANARAS. അത് രണ്ടുമാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. Then fourth, Dash is a literary work based on the life and teachings of Chaitanya Deva. Chaitanya Charitamrita. Answer with the spelling CHAITANYA. CHARITAMRITA. Chaitanya Charitamrita. Then 5, an achala roof consists of 2 dash placed on over the other. അതായത് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ ഉണ്ടാക്കിയത് 2 താച്ചർ റൂഫാണെന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ ദോ താച്ചർ, പിന്നീട് 3 ആകുമ്പോൾ ഇത്ര പേര് എന്നൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആച്ചാല എന്ന് പറഞ്ഞാൽ എത്ര റൂഫ് ആണ് 2 എത്ര റൂഫാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. 2 എന്താണ്? ചൗച്ചാലാസ് ആണ്. ചൗച്ചാല എന്ന് പറഞ്ഞാൽ എന്താണ്? 4 താച്ചർ റൂഫ് കൊണ്ടുള്ള 2 ഒട്ടി നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ആച്ചാല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എഴുതുന്നത് ചൗച്ചാല, CHAUCHALAS, ചൗച്ചാലാസ്. ഓക്കെ. ദെൻ ട്രൂ ഓർ ഫാൾസ്? പൂരി ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ആനുവൽ രഥയാത്ര ഫെസ്റ്റിവൽ അല്ലേ? ശരിയാണ്, ട്രൂ ആണ്. ദെൻ സെക്കൻഡ്, മെഡീവൽ മിനിസ്റ്റേഴ്സ് വർ ഓൾവേസ് പെയിൻറ്റഡ് ഓൺ പേപ്പർ. ഫാൾസ് ആണ്, പല മെറ്റീരിയൽസിൽ അവർ പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട് അല്ലേ. ദെൻ 3, Bazavan and Daswan were 2 great painters of Akbar's time. True ആണ്. The next, Shashanka was the first independent ruler of 7th century Bengal. അല്ലേ? അതും ശരിയാണ്. Then 5, Bengali Brahmins are allowed to eat certain types of fish. അല്ലേ? അതും ശരിയാണ്, ട്രൂ ആണ്. Then choose the correct option. Which of the following is not one of the major schools of Kathak? അല്ലേ? ആൻസർ D ആണ്, ഡെക്കാനി. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. Who translated the Ramayana from Sanskrit to Bengal? Answer B ആണ്, Krittivas Oja. Then 3, which of the following is story glorifying the Nathpandi in Odisha?
സി ആണ് ആൻസർ. ഗരാക്ഷ വിജയ്. ദെൻ ഫോർത്ത് മുകുന്ദരാമ ചക്രവർത്തി റോട്ട്, ആൾ എഴുതിയ വർക്കാണ്. ബി ചാന്ദിമംഗൽ. ആൻഡ് ആൽപാന ഈസ് അൽപ്പാന എന്ന് പറഞ്ഞത് ഡി ആണ്. എ ഡിസൈൻ ഡ്രോൺ ഓൺ ദ ഫ്ലോർ. ഡി ആണ് ആൻസർ. ഓക്കെ, ബാക്കിയുള്ള ബോക്സ് അതൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ദെൻ വി നീഡ് ടു സ്റ്റഡി one more chapter from history that we can study in the next class, that India in the 18th century. Okay, so we can see all should write the AB part of this chapter, and all should submit your note as early as possible, and we can see with our next class in the next class with our next topic. Okay, thank you.